ഹലോ, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് റെഡ്മിയുടെ നോട്ട് 8 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഡെഡായിട്ടാണ് ഈ ഒരു ഡിവൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പവർ സപ്ലൈൻ്റെ റീഡിങ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പവർ സപ്ലൈ മീറ്ററിൻ്റെ ആ ഒരു ബൂട്ട് കേബിൾ കണക്ട് ചെയ്യാം. അപ്പോൾ ബൂട്ട് കേബിൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴുള്ള ഒരു ആംബിയർ എത്രത്തോളം എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ പവർ സപ്ലൈ മീറ്ററാണ്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ 71 സ്റ്റക്കാണ്. അല്പം മുകളിലായിട്ട് ആംബിയർ പോയിട്ടാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് EMMC കൊണ്ടും അല്ലെങ്കിൽ CPU കൊണ്ടും വരും. കാരണം EMMCൻ്റെ താഴെ വരുന്ന ബോൾസ് ഡ്രൈ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ EMMCയിലേക്ക് പോകുന്ന CPUൻ്റെ ലൈൻസ് CPUൻ്റെ അടിയിൽ ഡ്രൈ ആയി കഴിഞ്ഞാലും ഇതുപോലെ ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ CPUയും EMMCയും രണ്ടും റീബോൾ ചെയ്ത് ഇടാണ് ഈ ഒരു മോഡലിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ EMMC അതുപോലെ തന്നെ CPU രണ്ടും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. റിമൂവ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ റീബോളിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. റീബോളിങ് കാണിക്കുന്നില്ല. മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് റീബോളിങ്ങിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ആയിട്ട്. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഫിക്സ് ചെയ്തുള്ള കണ്ടീഷൻ നോക്കാം. അപ്പോൾ നമ്മൾ 2 ICയും അതിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വർക്കിംഗ് കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് കേസിൽ അതിൻ്റെ ബോർഡ് കറക്റ്റ് ഫിക്സ് ചെയ്യുകയാണ്. ഫിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ പവർ സപ്ലൈ മീറ്റർ തന്നെയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. കാരണം ആദ്യം പവർ സപ്ലൈ മീറ്റർ കാണിച്ചുകൊണ്ട് വീണ്ടും അത് തന്നെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ മീറ്റർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ഒന്ന് ട്രിഗർ ചെയ്ത് നോക്കാം എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫോൺ എന്തായിട്ടുണ്ട്? ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മെനുവിലേക്ക് എത്തുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓൺ ആവുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ ബാറ്ററി, ക്യാമറ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പവർ സപ്ലൈ മീറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് ബാറ്ററിക്കാണ് ഇനി ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫോൺ കംപ്ലീറ്റ് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പവർ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമുക്കൊരു റീബോളിങ്ങിലൂടെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, സ്ക്രീൻ വർക്കിംഗ് ആണ്, അപ്പോൾ തന്നെ ടച്ച് വർക്കിംഗ് ആണ്, അതിൻ്റെ എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. അപ്പോൾ തന്നെ നമ്പർ കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഇതിലൂടെ ശരിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ബയോയിലും അതുപോലെ വീഡിയോയിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് ഡീപ്പ് ലെവലായിട്ടും നോർമൽ ലെവലായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ട് എങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.